10-ലോ? അതെ, എവിടാ കേറാഞ്ഞത്? എന്താ മോനെ പറയുന്നത്? അതെ, എവിടാ കേറാനെന്ന് നമ്മളോട് പറഞ്ഞില്ല, വ്യക്തമാക്കിയില്ല. ഓ, ആകപ്പാട് ചിരിയോടെ ചിരിയാണല്ലോ. ഇനി ചെയ്യില്ല. എന്ത് ചെയ്യില്ലെന്ന്? ചാനലല്ലായിരുന്നോന്ന് ചോദിക്കുന്നു. അതെ അതെ, അത് ചാനലാണ്. വലിയമ്മ എന്തു പറ്റി? അതെ, എന്തു പറ്റിയെന്നറിയില്ല, പെട്ടെന്നാണ് അങ്ങനെ ആയത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും 2 ചാനൽ ഓപ്പൺ ആക്കി ഒന്നിച്ചു വന്നുകൂടേന്നേ ഉള്ളൂ. 2 ചാനലിൽ ഓപ്പൺ ആക്കി ഒന്നിച്ചു വന്നുകൂടേന്നോ? എന്റെ ടുഗദർ ആണോ ഉദ്ദേശിച്ചേ? അങ്ങനെ വേണ്ട, ഒരാൾക്ക് സപ്പോർട്ട് ചെയ്യുക. അതെ അതെ, ഞാനിട്ട സമയത്ത് കുഞ്ഞുമ്മ ലൈവ് ഇട്ടു, പക്ഷെ ഞാൻ അറിഞ്ഞില്ല ഇട്ടെന്നുള്ളത്. ഷെരീഫ് വന്നിട്ട് പറഞ്ഞു 2 പേരും ഒരേ സമയത്താ ലൈവ് ഇട്ടേക്കുന്നേന്ന്. എന്നിട്ട് അറിയുന്നേ. അനീസായിക്ക് ടൈം ആവാനുള്ളതാണ്. ആ ആ, ടുഗദർ നമുക്ക്, ഞാൻ വിചാരിച്ചു ഇന്ന് ഇടാമെന്നായിരുന്നു. ടുഗദർ ഇടാൻ കുഞ്ഞുമാന്ന് പറഞ്ഞിട്ടായിരുന്നു വന്നത്. അന്നേരം ഇനി എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ഞായറാഴ്ചയാക്കാം. ഒരാഴ്ചയും കൂടെ ലൈവ് പോട്ടെ, പോയി കഴിഞ്ഞിട്ട് നമുക്ക് ടുഗദർ ഇടാം. അനീസ ടുഗദർ ഇട്ടാൽ നബീല് കയറുമോ? കയറുമെങ്കിൽ അനീസ ഇപ്പോൾ കട്ടാക്കിയിട്ട് 2 വീലർ ഇടുമെന്നോ? എന്റെ വർഷവനെ, എനിക്ക് ഇന്ന് കട്ടാക്കിയിട്ട് വേണ്ട കുഞ്ഞുമ്മ. ഇന്ന് ഇതിന് 50% പോയി നെറ്റ്. ഞാനല്ല എന്ന് പറയുന്നുണ്ട്. വലിയമ്മ കഴിച്ചോ മട്ടൻ ബിരിയാണിന്ന് ചോദിക്കുന്നു. ഇവിടെ ചിരിക്കാനും ഉണ്ട്, എന്തോ ചെയ്യാനാന്ന് പറ. രണ്ടുപേരും കൂടെ നടന്ന് ബിരിയാണി കഴിച്ച് കണ്ടില്ലേ ഇരിക്കുന്ന ഇരിപ്പ്, നാടൻ ഭക്ഷണങ്ങൾ കഴിക്കുക. അതെ അതെ അതെ, എല്ലാരും വരൂ. ഫ്രണ്ട് ക്യാമറ ഇടാതിരുന്നാ മതി, വന്ന് സംസാരിച്ചിട്ട് പോയിക്കോളൂ. നമുക്ക് എല്ലാരെയും ഒന്ന് കാണാമല്ലോ. ഷെരീഫ് വരുമായിരിക്കും ഫ്രണ്ട് ക്യാമറയില്, നസീത്ത വരത്തില്ല. പിന്നെ വേറെ ആരാ? നമ്മുടെ സുഹറ കുടുംബവും വരില്ല ഫ്രണ്ട് ലൈവില്. എന്ന് വെച്ചാൽ ടുഗദറിൽ ഫ്രണ്ട് ക്യാമറ ഇട്ട് വരില്ല. ബാക്കി എല്ലാവർക്കും വരാം. ഐഡികളെ കയറ്റണ്ട, ഐഡികളെ അക്സെപ്റ്റ് ചെയ്യേണ്ട. ബാക്കി എല്ലാ ചാനലുകൾക്കും വരാം.